എന്താ എന്താ പ്രശ്നം? അറിയില്ല. ബാമേച്ചി എന്തോ എന്താടി? ഈ കുട്ടി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേരൊക്കെ എന്നെ കളിയാക്കണു. എന്താ പറഞ്ഞു കൊടുത്ത്? അത് എന്താ? അത് അവറ്റുള്ള എന്നെ കേം വിളിക്കണു. ഓ കേയം, കിടക്കയിലും ഉള്ളി. നല്ല പേരല്ലേ കേയം. ഇനി മുതൽ നമുക്ക് അങ്ങനെ വിളിച്ചാലോ? മഹേട്ടാ, എടി പോത്തിന്റെ മോളെ, അത് വേണിയല്ല, ലക്ഷ്മണ പറഞ്ഞു കൊടുത്തത്. ഇന്നലെ മുത്തശ്ശി പറയുമ്പോ തളത്തിൽ അവനും ഉണ്ടായിരുന്നു. അവനെ ഞാൻ കാണിച്ചു കൊടുക്കണ്ട. ലക്ഷ്മണല്ല, ഞാനാ പറഞ്ഞു കൊടുത്തത്. പാവം, എന്തിനാ മയ്യേട്ടാ? ഇന്നിവിടെ നടക്കാൻ പോകുന്ന ലക്ഷ്മണവധം ബാലെ കാണുവാൻ കുട്ടിയെ ഞാൻ ആർത്തവുമായി ക്ഷണിച്ചുകൊള്ളുന്നു. ലക്ഷ്മണ, നീ അല്ലേ ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്തത്? എന്താ ചേ? ആ തലവരച്ച കുട്ടികൾ എന്നെ കളിയാക്കോ? കളിയാക്കേ? എന്തിന്? നിനക്കറിയില്ലേ അല്ലേ? എന്താ കാര്യം? മൂത്രമൊഴിച്ച കാര്യം. അത് ഞാനാ പറഞ്ഞേ. ആഹാ, കാണിച്ചു തരാം ഞാൻ. ഉണ്ണാൻ കൈ കഴുകി അങ്ങോട്ട് വാ. ഒരു ഭാഗം തരില്ല നിനക്ക്. ചേച്ചി, ഞാൻ ആ കുട്ടികളോട് പറഞ്ഞത് ചേച്ചി ഇന്നലെ എന്നോട് ദേഷ്യം പറഞ്ഞേ. ഞാനൊരു നല്ല കാര്യല്ലേ പറഞ്ഞേ. ഈ ബാമേച്ചിക്ക് ഇതെന്താ പറ്റിയ? എന്താടാ പ്രശ്നം? മഹേട്ടാ, ഒരു ആവശ്യമില്ലാണ്ട് ബാമേച്ചി എന്നോട് ചൂടാവാ. ഞാൻ ആ കുട്ടികളോട് വേലിയുടെ അപ്പുറത്ത് മൂത്രയിക്കായിരുന്നു പറഞ്ഞു. അതിനെന്താ ചേച്ചി എന്നോട് ചൂടാവണേ? എടാ, ബാമ ചെറുപ്പത്തിൽ കിടക്കയിലും ഉള്ളിയ കാര്യം ആ പിള്ളേരെ എങ്ങനെയോ അറിഞ്ഞവളെ കളിയാക്കി. അത് നീ പറഞ്ഞു കൊടുത്തതാണോന്ന് അവള് ചോദിക്കുന്നത്. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി. ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, ബാമേച്ചി നോക്കിയൻ എന്തോ ചീൽത്തു പോണ്. അത് അയ്യോ, ഇങ്ങനെ ഒരു മൂത്രം ഉണ്ട്. ബാമേച്ചി, ബാമേച്ചി, ചേച്ചി കിടക്കയിൽ മുള്ളി കേസ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആ കുട്ടികളോട് വേലിയുടെ അപ്പുറത്ത് മൂത്രം ഒഴിക്കാനുള്ള കാര്യം പറഞ്ഞേ. വേണ്ട, ഇപ്പൊ ഇനി കളക്കഥ ഉണ്ടാക്കണ്ട. നീ പറയും, നീ അങ്ങനത്തോനാ. ചേച്ചി, ചേച്ചിയാണോ സത്യം? ചേച്ചി ബെഡിൽ യൂറിൻ പാസ് ചെയ്ത കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞാണ് സത്യം. ബാമേച്ചി, ഇതിൽ ആരോ കള്ളക്കളി കളിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം? കുഞ്ഞപ്പേണ്ട അമ്മയ്ക്ക് വയറുവാൻ എന്തിയെ? തന്നോട് ആരെ പെണ്ണ് കെട്ടിയെടുക്കാൻ പറഞ്ഞേ? ഈ വീട്ടിലേക്ക് എപ്പോഴും കയറി വരാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടടാ ചെറ്റേ. ഓടാ എരപ്പേ, ഇവിടെ പ്രധാനപ്പെട്ട യൂറിൻ പ്രശ്നം ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോഴാ. അല്ലെങ്കിൽ ഈ പോലീസുകാർ ഇങ്ങനെയാ. എവിടെ വരണോ അവിടെ എല്ലാം കഴിയുമ്പോ എത്തും, എവിടെ വരണ്ടോ അവിടെ എല്ലാത്തിനും മുമ്പ് എത്തും. പോലീസുകാരനെ തൊട്ട് കളിക്കല്ലേ. കേരള പോലീസ് ആരാണെന്ന് ഇന്ന് നീ വിവരം അറിയും. ഇന്ന് രണ്ടും കൽപ്പിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. എടാ, എന്റെ തൊപ്പിയാടാ. അത് ഇത്രളായിട്ട് കിട്ടിയില്ലേ? തൊപ്പിയില്ലല്ലോ, ഒരു ജോലി ഇല്ലല്ലോ, പുല്ലക്കാലം പോയി. കിട്ടൂടാ, ഇന്ന് കിട്ടും. ബാമേച്ചി നോക്കിക്കോ, ഇന്ന് ഞാൻ ഇവനെ കൊല്ലും. എന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനൊക്കെ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നതായതുകൊണ്ട് ഈ മുറ്റത്ത് ഞാൻ ചോര വീഴ്ത്തുന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ ചെത്തെ. അവിടെ വെച്ച് കാണിച്ചു തരാം. പ്രശ്നം ബാമേച്ചി, എന്താ ബാമേച്ചി യൂറിൻ പ്രശ്നം? ഒന്നുമില്ല, മാതം പോ. അങ്ങനെ പോകാൻ പറ്റുമോ? ഞാൻ വേണമെങ്കിൽ ഐജിയെ വിളിക്കാം. മൂത്രത്തിൽ കല്ല്, ഞങ്ങൾ അതുകൊണ്ട് കെട്ടിടാൻ പണിയാൻ പോയി പണി നോക്കണം. നീ പോടാ. നിങ്ങൾ തമ്മിൽ എന്തിനാ പ്രശ്നം? പ്രശ്നം വേറെയാ. ബാമ കിടക്കയിൽ മൂത്രം ഒഴിച്ചതാ. ബാമേച്ചി കിടക്കയിൽ മൂത്രം ഒഴിച്ചു, ഇനിയും ഒഴിക്കും. കിടന്നുറങ്ങുമ്പോൾ കിടക്കയിലല്ലേ മൂത്രം ഒഴിക്കാൻ പറ്റൂ? അല്ലാതെ മൂത്രം ഒഴിക്കാൻ വേണ്ടി ബാത്റൂം പോയി കിടന്നുറങ്ങാൻ പറ്റുമോ? ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത ചെറ്റെ. എന്നിട്ട് നാട് മുഴുവൻ പറഞ്ഞെടുക്കാം. ഞാൻ എന്ത് പറഞ്ഞു? താനീ പറഞ്ഞേ. താനല്ലേ പറഞ്ഞ ബാമേച്ചി കിടക്കയിൽ മൂത്രം ഒഴിച്ചു? അല്ല, കിടക്കയിൽ മൂത്രം ഒഴിക്കണതിന് മരുന്നുണ്ട്. ആടലോടകത്തിന്റെ അല്ല, ചിറ്റാമൃതവള്ളി, കുറുന്തോട്ടി വേര്, ഇല്ലം കെട്ടിയല, 2 മണിക്കടുകും 2 ചുവന്നുള്ളി ഇവ സമം ചേർത്ത് അരച്ച് ഉരുട്ടിയെടുത്ത് എരുമനെയ്യിൽ മേമ്പൊടി ചേർത്ത് കഴിച്ച മൂത്രം ബ്രേക്ക് ഇട്ട പോലെ അവിടെ നിൽക്കും. പിന്നെ മുള്ളണെങ്കിൽ അന്നോടി ചോദിക്കണം. ആര് മൂത്രം ഒഴിച്ച കേസ പറഞ്ഞേ? ഇവിടത്തെ ബാമക്കുട്ടി. എന്താ ബാമക്കുട്ടി മൂത്രം ഒഴിച്ചാ നിനക്കെന്താ? എല്ലാരും മരുന്നുണ്ടേ. നീ എന്താ പോസ്റ്റ്മാനോ അതോ വൈദ്യരോ? പോസ്റ്റ്മാനാ? പോലീസുകാരന് ഈ കേസ് അന്വേഷിച്ചില്ല. പിന്നെ നീ മരുന്ന് കൊണ്ടുവന്ന ഒരുത്തൻ. ഇവൻ ആര്? തന്റെ ഡോക്ടറോ? എന്റെ തൊപ്പി എവിടാ? എന്റെ തൊപ്പി എവിടെ? തൊപ്പിയില്ലല്ലോ, ഒരു ജോലി ഇല്ലല്ലോ, പുല്ലക്കാലം പോയ യുഗത്തിൽ. കോമ്പൗണ്ടിന്റെ പുറത്തുനിന്ന് കാണാടാ.